സുഹൃത്തോ ഒരു കുടുംബാദിയോ രോഗിയായി കിടന്നാൽ നമ്മൾ രോഗിയുടെ അടുക്കൽ പോയിരിക്കും. അസ്സലാമു അലൈക്കും, സുഖമല്ലേ? പിന്നെ കുറച്ചു നേരം ഒന്നും മിണ്ടൂല. മരുന്നൊക്കെ കഴിച്ചോ? ഇങ്ങനെ കൊച്ചു കൊച്ചു വാചകങ്ങളാണ് നമ്മൾ രോഗസന്ദർശനത്തിന് പോയാൽ. വിശ്രമിക്കുന്ന ആളോട് നമ്മൾ നീണ്ട സംസാരം നടത്താറില്ല. ചെറിയ ചെറിയ വാചകങ്ങൾ പറഞ്ഞ് ആശ്വാസം അന്വേഷിച്ചുകൊണ്ട് നിർത്തും. ഈ ഒരു കാഴ്ചപ്പാടോടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതച്ചു കിടക്കുകയാണ്. അപ്പോഴിറങ്ങിയ ഖുർആനിക സൂക്തം എങ്ങനെയാണ്? യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ചെറിയ ചെറിയ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സന്ദർഭത്തോട് യോജിച്ച ശൈലിയിലാണ്. ഈ രണ്ട് സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അഥവാ മസ്ജിദുൽ ഹറാമിനോട് ചേർന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിച്ച വീട്ടിൽ അവതരിച്ചു എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. രോഗസന്ദർശനത്തിന് വരുന്ന ആളുകൾ കൊച്ചു വർത്തമാനം പറയും പോലെയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. കണ്ടില്ലേ അവിടുത്തെ പ്രവർത്തനത്തോടും എഴുന്നേറ്റ് നമുക്ക് പ്രവർത്തിക്കണ്ടേ? പോകാനായില്ലേ? ഇവിടെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കും പോലെയാണ് ഖുർആൻ സംബോധന ചെയ്യുന്നത്. ഈ ഖുർആനിലെ ഓരോ ശൈലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ്. ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഖുർആൻ മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആര് വന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏതുവഴി വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ പിൻവാതിലിലൂടെ ഒരു സംഘം വന്നപ്പോൾ ഒരധ്യായം തന്നെ അവതരിപ്പിക്കുകയാണ്. ഹുജറാത്ത് സൂറത്ത് എന്ന ഒരധ്യായം അവതരിപ്പിക്കുന്നു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ വരണം, ഏതുവഴി വരണം എന്ന് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുകൾ വിളിക്കുമ്പോൾ ഏറ്റവും നല്ല വാചകം കൊണ്ട് വിളിക്കണം. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കല്ലേ എന്ന് പറയുന്നത്, ആശയം പഠിപ്പിക്കുന്നത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുമ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തല്ലേ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുള്ള ഒരു പദപ്രയോഗം പോലും നടത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈദാ ചെയ്യാൻ പാടില്ല. അവിടുത്തേക്ക് നൊമ്പരമുള്ള കാര്യം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞതാരാണ്? അതും ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാരാണ്? അവരുടെ മഹത്വം എന്താണ് എന്ന് പറയുന്നത് ആരാണ്? ഖുർആനാണ്. അവിടുത്തെ ഇണകളായ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരുടെ സ്ഥാനം പറഞ്ഞു തന്നത് ഖുർആനാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കൽബിൽ ആ ആയത്തുകൾ ഓർമ്മ വരുന്നുണ്ടാകും, ആ കോണ്ടെക്സ്റ്റുകൾ ഓർമ്മ വരുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ മഹത്വം പറയുന്നത് ഖുർആനാണ്.
ഇങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ആധികാരികമായി അവതരിപ്പിക്കുന്നത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്, ആത്മീയ പദവികളാണ്, അവിടുത്തെ ഉന്നതിയാണ് വിളിച്ചു പറയുന്നത്. ചില ആളുകൾ ചോദിക്കും, റബീഉൽ അവ്വൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പറഞ്ഞാൽ പോരെ, അവിടുത്തെ ചരിത്രം എന്തിനാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ജീവിച്ചു കാണിച്ചു തരികയാണ് ചെയ്തത്, അല്ലാതെ കേവലം നിയമങ്ങൾ എണ്ണി പറഞ്ഞു പോയതല്ല. നമ്മുടെ ഓരോ ആരാധനയുടെയും ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കുക എന്നതാണ്, അല്ലാതെ അവിടെ എഴുതി വെച്ച നിയമങ്ങൾ എണ്ണി പഠിക്കുക എന്നത് മാത്രമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഹദീസിൽ നിസ്കാരത്തെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിസ്കാരത്തിന്റെ ഫർള് 14 ഷർത്ത് 5 എന്ന് എണ്ണിപ്പറയുന്ന ഒരു ഹദീസും കാണാനില്ല. പിന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസ് എങ്ങനെയാണ്? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു റളിയല്ലാഹു അൻഹും, അവർ ഓരോരുത്തരും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളമെടുത്തു, ഇപ്രകാരം വുളൂ ചെയ്തു, വുളൂ കഴിഞ്ഞ് ഇപ്രകാരം എഴുന്നേറ്റു, ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇപ്രകാരം കൈകെട്ടി,